ഹലോ, വെൽക്കം ബാക്ക് ടു ട്രാവൽ സമ്മറീസ്. ഞാനിന്ന് മോണ്ടിനീഗ്രോയിലെ പള്ളിയാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, കം. പിന്നെ ഈ പള്ളിയുടെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പള്ളിയിലേക്ക് കയറി പോകുന്ന വഴികളെല്ലാം കല്ല് പാകി ഭയങ്കര മനോഹരമായിട്ടുണ്ട് കേട്ടോ. പിന്നെ പള്ളിയുടെ ആ ഒരു ഏരിയ തന്നെ വൃക്ഷങ്ങളും ചെടികളും മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ച് ആകെ ഒരു അട്രാക്റ്റീവാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുന്നൊരു മൈൻഡ് റിലാക്സ് ഫീലിങ്സ് ആണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ചെടികളൊക്കെ ആണെങ്കിൽ തന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള വെറൈറ്റി ചെടി ഐറ്റംസ് ഒന്നും. പിന്നെ ഈ പള്ളിയുടെ മെയിൻ അട്രാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല കാലപ്പഴക്കം തോന്നി കേട്ടോ. ഒരു 9-ാം നൂറ്റാണ്ട് 10-ാം നൂറ്റാണ്ടൊക്കെ പണിത ആ ഒരു പള്ളിയുടെ ആ ഒരു മോഡലിലാണ് ഇത് പണിതേക്കുന്നത്. ശരിക്കും യൂറോപ്യൻ സ്റ്റൈൽ തന്നെ, കാരണം അത്രയൊരു പഴക്കം തോന്നിക്കും നമുക്ക്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സെമിത്തേരിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം അവിടെയും എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. എല്ലാം നല്ലപോലെ അലങ്കരിച്ച് ഫുള്ളെല്ലാം നല്ല മാർബിളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. പള്ളിയുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുകയാണ് കേട്ടോ. കാരണം ഞാനിപ്പോൾ കാണിക്കുന്നത് പഴയ പള്ളിയാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറി വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് പറ്റൂലേ. അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു പുതിയ പള്ളി പണിയുന്നുണ്ട് കേട്ടോ. അതും ശരിക്കും യൂറോപ്യൻ സ്റ്റൈൽ തന്നെയാണ്. മുകളിൽ കുരിശും 3 മണിയും കാര്യങ്ങളെല്ലാം വെച്ചാണ് പണിതേക്കുന്നത്. പിന്നെ പള്ളിയുടെ അടുത്തൊരു നല്ലൊരു നമുക്ക് കാണാൻ അട്രാക്റ്റീവായിട്ടുള്ളൊരു മരം നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ മുറ്റമൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ കല്ലെല്ലാം പാകി ഭയങ്കര നീറ്റാണ് കേട്ടോ. കാരണം ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഏരിയയും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത്. കാരണം ഇവർ ആ ഒരു കാലപ്പഴക്കം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകുന്നുണ്ട്. കാരണം ആരും ഒന്ന് കയ്യേറുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ, കാരണം ഒരു പുരാവസ്തു എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത് എനിക്ക് തോന്നുന്നു യൂറോപ്പിൽ വന്ന് നമ്മൾ കണ്ടുപഠിക്കേണ്ടിയിരിക്കുന്നു. പള്ളിയുടെ ചുറ്റിനും മരവും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. കാരണം അതൊന്നും കട്ട് ചെയ്യാണ്ടാണ് കേട്ടോ ഇവർ പുതിയ പള്ളിയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. എല്ലാം പണിയുന്നതും കാര്യങ്ങളെല്ലാം കേട്ടോ. പിന്നെ അവിടെ അടുത്ത് തന്നെ ഒരു വെള്ളം എടുക്കുന്നൊരു പൈപ്പ് കാണിച്ചു തരാം കേട്ടോ. കാരണം ഇതിനൊക്കെ ആണെങ്കിൽ ഒരു നല്ല പഴക്കം തോന്നിക്കുന്നു. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല പഴക്കം തോന്നിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇവിടുത്തെ പള്ളികൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അവർ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയും ആ ഒരു കാലപ്പഴക്കവും കാര്യങ്ങളെല്ലാം കേട്ടോ. ശരിക്കും യൂറോപ്യൻ സ്റ്റൈലിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് തന്നെ. പിന്നെ ഞങ്ങൾ പള്ളി ചെന്നത് ഞായറാഴ്ചയല്ല. അപ്പോൾ ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാർ വരും കേട്ടോ പള്ളിയിൽ. പിന്നെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റിനും മലകളാണ് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.